صل على النبي سيدنا محمد إمام المتقين ورسول رب العالمين صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്ന റജുലൻ ഇത്തല അലൈക ബിഗൈരി ഇദ്ൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത്തല അലൈക ബിഗൈരി ഇദ്ൻ, നിന്റെ സമ്മതം കൂടാതെ നിന്നിലേക്ക് എത്തി നോക്കിയാൽ, അതായത് ഒളിഞ്ഞു നോക്കുക എന്നുള്ള അർത്ഥം. അങ്ങനെ ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നിനക്കതൊരു വിഷമമായി തോന്നി, നീ ഒരു ചെറിയ കല്ലെടുത്ത് എറിഞ്ഞു. അങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞപ്പോ അവന്റെ കണ്ണിൽ കൊണ്ട് അവന്റെ കണ്ണ് പൊട്ടിയാൽ നിനക്കതുകൊണ്ടൊരു കുറ്റമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒളിഞ്ഞു നോട്ടം വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്, ദുശ്ചെയ്തിയാണ്. എത്രത്തോളം അതിന്റെ ആഴം അറിയിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ നിന്നിലേക്ക് എത്തി നോക്കി, നിന്റെ അനുവാദമില്ലാതെ നിന്റെ പ്രൈവറ്റ് മേഖലകളിലേക്ക്, പ്രൈവറ്റ് ഇടപെടലുകളിലേക്ക്, സ്വകാര്യ ഇടപെടലുകളിലേക്ക് ഒരാൾ എത്തി നോക്കിയാൽ നിനക്കത് വിഷമമാവുകയും ചെയ്തു. നീ ഒരു കല്ലെടുത്തിട്ട്, ചെറിയ കല്ലെടുത്ത് എറിഞ്ഞു, ആ നോക്കിയവന്റെ കണ്ണ് പൊട്ടിയാൽ നിനക്കതുകൊണ്ടൊരു കുറ്റമില്ല. അത്രയും മോശമായ പ്രവർത്തനമാണ് ഒളിഞ്ഞു നോട്ടം എന്നുള്ളത്. ഈ ഒരു ഹദീസ് ആധുനിക കാലത്തിലേക്ക് അതിന്റെ അർത്ഥവിശാലത എത്രത്തോളം ആഴ്ന്നിറങ്ങുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ, ഇന്ന് നമ്മൾ ഹിഡൻ ക്യാമറകൾ, CCTVകൾ വ്യാപകമാണ്, അല്ലെ? റിമോട്ട് കൺട്രോളിംഗ് ഉണ്ട്. ഒരാളുടെ മൊബൈലിലെ ചാറ്റുകൾ മറ്റൊരാൾ ഹാക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇക്കാലത്ത് സുലഭമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹദീസിന്റെ അതേ ശക്തമായ എതിർപ്പ് തന്നെയാണ്, ദുശ്ചെയ്തികൾ തന്നെയാണ് ഈ ഹിഡൻ ക്യാമറകൾ വെച്ചുകൊണ്ട് അന്യന്റെ സ്വകാര്യതയിലേക്ക് നോക്കുക എന്നുള്ളത്. അവന്റെ പ്രൈവറ്റ് ഇടപെടലുകൾ, സ്വകാര്യ ചാറ്റിങ്ങുകൾ, ഇതൊക്കെ അവന്റെ അനുവാദമില്ലാതെ നോക്കുക എന്നുള്ളത് ശക്തമായ തെറ്റാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റജബിലാണല്ലോ നാം നിലകൊള്ളുന്നത്. ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കുക, ആത്മീയമായി ഉയരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അതിന്റെ സവാബുകൾ നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, നമ്മുടെ മഹലിൽ അന്തവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഹദ്റാത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഖബർ ജീവിതം പരിപൂർണമായ സന്തോഷത്തിലും റാഹത്തിലും സുഖത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മുടെ വിശിഷ്ടകാല ജീവിതം പരിപൂർണമായ റാഹത്തോടെ, ആഫിയത്തോടെ, ഇഖ്ലാസോടുകൂടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും സർവശക്തനായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.